നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ KP പൗലൂസ് എന്നാണ്. ഞാൻ LCT ഹോസ്പിറ്റലിൻ്റെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും സീനിയർ കൺസൾട്ടൻറ്റുമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രത്യേകതര പ്രമേഹത്തെ പറ്റിയാണ്. അത് ടൈപ്പ് 1 ഡയബറ്റീസിനെ പറ്റിയാണ്. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ജീൻസിൻ്റെ കാരണം കൊണ്ടും പാങ്ക്രിയാസിലെ ബീറ്റാ സെൽ സെക്രീഷനാണല്ലോ ഇൻസുലിൻ. ആ ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആൻറ്റിബോഡീസിൻ്റെ ആക്ഷൻ കൊണ്ടും ഇൻസുലിൻ സെക്രീഷൻ കുറവുള്ള കാരണം അവർക്ക് മരുന്നുകൾ ടാബ്ലറ്റ്സ് ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ല. അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് ഇൻസുലിൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. പീരിയോഡിക്കായിട്ട് സമായികമായിട്ട് മാതാപിതാക്കളെയും ഈ രോഗികളെയും അവർ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാരെയും രക്ഷിതാക്കളെയുമെല്ലാം ടൈപ്പ് 1 ഡയബറ്റീസിനെ പറ്റി ബോധവാന്മാരാക്കേണ്ട ആവശ്യമുണ്ട്. അത് വർഷങ്ങൾ തോറും അവരെ ബോധവാന്മാരാക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ നേരിടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂളുകളിൽ ടൈപ്പ് 1 ഡയബറ്റീസിനെ പറ്റി പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും രോഗമുള്ളവരെയും ഈ രോഗത്തെ മനസ്സിലാക്കുകയും രോഗത്തിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യിച്ചാൽ അവരുടെ പല ഭവിഷ്യത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും. സ്കൂളിൽ സാധാരണ ഇൻസുലിൻ എടുത്തു വരുന്ന കുട്ടികൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുട്ടികളെ വീട്ടിൽ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് പല സ്കൂളുകളിലും ഇവരെ പരിചരിക്കുവാനായിട്ട് പരിചയമുള്ള നഴ്സുമാരോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ആൾക്കാരോ അധ്യാപകന്മാരോ ആരുമില്ല. നമ്മുടെ പല വികസിത രാജ്യങ്ങളിലും സിംഗപ്പൂർ മുതലായ സ്ഥലങ്ങളിലും സ്കൂളിൽ തന്നെ ഇങ്ങനെ വരുന്നവരെ പരിചരിക്കുവാൻ ഒരു പ്രത്യേക മുറിയും ഒരു ട്രെയിൻഡ് നേഴ്സും ഉണ്ട്. കൂടാതെ ഹെൽത്ത് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു കമ്മിറ്റി. അതിൽ രക്ഷിതാക്കളുണ്ടാകും, അധ്യാപകന്മാരുണ്ടാകും, ട്രെയിൻഡ് നേഴ്സുണ്ടാകും. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവരെ കൊണ്ടുവന്ന് അറ്റൻഷൻ കൊടുത്ത് അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിൽ ഷുഗർ കൊടുത്ത് അവരെ രക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ പലരും രോഗം മറച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളുകളിൽ ചിലർ ഈ ജാതി കുഞ്ഞുങ്ങൾക്ക് പ്രവേശനം നൽകുന്നില്ല. പ്രവേശനം നൽകിയാൽ തന്നെ ചിലർ അവർക്ക് സ്കൂളിൽ നിന്നും പറഞ്ഞു വിടാൻ നിർബന്ധിക്കുന്നുണ്ട്. അത് കാരണമാണ് ഈ രോഗത്തെപ്പറ്റി ഒരു അവഗാഹനം എല്ലാവർക്കും ഉണ്ടാകുവാനായിട്ട് ബോധവൽക്കരണ ക്ലാസ്സും സ്കൂളുകളിൽ ഈ ടാസ്ക് ഫോഴ്സും സ്കൂളുകളിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ഉള്ള ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടായിട്ടാൽ ഈ രോഗത്തിൻ്റെ പേടി എല്ലാവർക്കും മാറുവാനും ആ കുഞ്ഞുങ്ങൾക്ക് സുന്ദരമായ ഒരു ഭാവി രൂപപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും.